ഇന്ന് നമ്മളുടെ റെസിപ്പി ഒരു റൈസാണ് കേട്ടോ. ഇത് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനായിട്ട് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ഒക്കെ ബെസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് റെഡിയായി. അതും കുക്കറിൽ 1 പോട്ടാണ്, വേറെ പല പല പാത്രങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഈ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 കപ്പ് ഗീ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ചെറിയ മണിയുള്ള അരിയിൽ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഒരു 15 മിനിറ്റോളം നന്നായിട്ട് കഴുകി 15 മിനിറ്റോളം നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചു. പിന്നെ നമുക്ക് ഇത് പനീറാണ് ഇതിലേക്ക് വേണ്ടത്, പനീർ റൈസാണ്. അപ്പോൾ ഇതിനായിട്ട് പനീർ ക്യൂബ്സ് പൊട്ടാത്തതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് പുരട്ടി വയ്ക്കുക. അപ്പോൾ ഇത് പൊടിഞ്ഞു പോണ പനീറായിരുന്നു. അതുകൊണ്ട് ഷേപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ പനീർ ബുർജി പോലെ ആക്കിയെടുത്തു അത്. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ അതുപോലെ ഈ മസാല പുരട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ പൊടിഞ്ഞു പോണതായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ആയില്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വെച്ചു, പിന്നെ കളയാൻ പറ്റില്ലല്ലോ. അത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ അരിയാനുള്ളതൊക്കെ അരിഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ മതി. അത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ നേരം ഒന്നും ഇത് ഫ്രൈ ചെയ്യരുത്. 3 മിനിറ്റ് ഒന്ന് മസാല ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നല്ല ഷേപ്പ് ഉള്ളതാണെങ്കിലും അതെ 3 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ ക്യൂബ്സൊക്കെ നല്ല ഷേപ്പിൽ ഇട്ടാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ എടുത്തോ. അപ്പോൾ അതുപോലെ ഓയിലിട്ടിട്ട് ഇപ്പം നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുക്കറിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഒരു സവാള ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. നമ്മൾ ബിരിയാണിക്ക് മാറ്റി വയ്ക്കില്ലേ, വറുക്കില്ലേ, അതുപോലെ ഒരു സവാള നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരി വയ്ക്കുക. ഇതൊക്കെ എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അത് വറുത്ത് കോരുന്നതൊക്കെ, അതൊക്കെ പോയി. അത് ഓൺ ചെയ്തു എന്ന് വിചാരിച്ചിട്ടേ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടിട്ട് തീ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളതിലേക്ക് സവാള ബാക്കിയുള്ളതൊക്കെ ചേർക്കുക. സവാള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വേറെ മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ തീ സിമ്പിൾ തന്നെ വെച്ചാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ ഓവറായിട്ട് മസാലകളൊന്നും ഇല്ലാത്ത ഒരു റൈസാണ് കേട്ടോ. ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച റൈസിൽ അത് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക. ഈ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോകും. അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം. അതിപ്പോൾ ചില അരിക്ക് 1.25 കപ്പും ആവശ്യം വരും കേട്ടോ. ഇതിപ്പോൾ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 3 കപ്പ് അരിക്ക് നമ്മൾ 4.5 കപ്പ് വെള്ളം എടുത്തു. അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമ്മളതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറച്ചിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ റൈസ് വെന്ത് കഴിയുമ്പോൾ നല്ല സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് മൂടി വയ്ക്കുക. ഇനി ഇതിലിപ്പോൾ ഒന്നും ചേർക്കാനില്ല കേട്ടോ. ഇനി നമ്മളിത് കുക്കറിൻ്റെ മൂടി അടയ്ക്കുക, വെയിറ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം സിമ്മിൽ വയ്ക്കുക. സിമ്മിനേക്കാൾ കുറച്ചും കൂടെ കൂട്ടി വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. വിസിലും ഒന്നും വരണ്ട കേട്ടോ. വിസിലും വരണ്ട, ഒന്നും വരണ്ട. 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിതേ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ
ഇപ്പോൾ കണ്ടില്ലേ ശരിക്ക് കറക്റ്റ് വെള്ളമൊക്കെ പാകമായില്ലേ. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഈ 3 കപ്പ് അരി കറക്റ്റാണ് പാകം. അതിൽ കൂടുതൽ വയ്ക്കാൻ പറ്റില്ല, കുറവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 3 കപ്പിനേക്കാളും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നന്നാവില്ല. ഇനി നമ്മളതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച പനീറൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, സവാള വറുത്തത് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് ദമ്മിടണ പോലെ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ബട്ടർ പിന്നെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തു. ഇനി അടച്ച് വയ്ക്കുക. വെയിറ്റ് ഇടണ്ട, സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആവി വരില്ലേ, അതാണ് പാകം. അതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആവി വരും കേട്ടോ. അല്ല ചൂടുള്ള ചോറല്ലായിരുന്നേ. അത് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മുടെ റൈസ് അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് ഗ്യാരണ്ടിയാണ്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് കറക്റ്റ് പാകമാണ് ഈ 3 കപ്പ് അരി കേട്ടോ. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. 1 കപ്പ് ഇവിടെ 250 ml കപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് ഇങ്ങനെ വളർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട പിടിച്ചിട്ടൊന്നുമില്ല, വെള്ളം കൂടിയിട്ടില്ല, കറക്റ്റ് പാകമാണ് വെള്ളം. അപ്പോൾ ഇതുപോലെ പനീർ റൈസ് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനായിട്ട് സൂപ്പറാണ്. അങ്ങനെ എല്ലാം ഇതിലും ഉണ്ടല്ലോ. പിന്നെ വേറെ പ്രത്യേകമായിട്ടൊന്നും കൊടുക്കണ്ട, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ക്യൂബായിട്ട് കിടക്കുന്ന പനീറാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സ്വാദം ഉണ്ടാവും. ഇതിപ്പോൾ അത് കൊത്തിപ്പൊരി പോലെയായി. ഇനി നമ്മളിതേ ഒന്നും ചെയ്യാനില്ല. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കൂട്ടി കഴിക്കുക. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഈ റൈസിൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.